നിങ്ങൾ ബഹറിനിലുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബുദയ്യയിലുള്ള ഈ ഒരു ഫാർമേഴ്സ് മാർക്കറ്റ്. ഇതിൻ്റെ പേര് ഫാർമേഴ്സ് മാർക്കറ്റ് എന്നാണെങ്കിലും ബുദയ്യയിൽ ഇത് അറിയപ്പെടുന്നത് സാറ്റർഡേ മാർക്കറ്റ് എന്നാണ്. ബഹ്റിനിലെ പുരാതന കച്ചവട രീതികളുടെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റിന്റെ നിർമ്മാണം. ബഹ്റിന്റെ പരമ്പരാഗത രീതിയിലുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും ബഹ്റിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ എടുത്തു പറയുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ കച്ചവടക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും അറബികൾ തന്നെയാണ്. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്കുള്ള വിനോദത്തിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നതൊന്നും ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുകയൊന്നുമല്ല. 1 ദിനാറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷും ക്യാൻവാസും പെയിൻറ്റും കിട്ടും. പിന്നെ ഒരുപാട് തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബഹ്റിനിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. ഫ്രഷ് പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഈ മാർക്കറ്റ് ഉണ്ടല്ലോ, വിൻ്റർ മാർക്കറ്റാണ്. ഈ വിൻ്റർ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഉണ്ടാവുമെന്നറിയില്ല. നിങ്ങൾ ബഹ്റിനിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ മാർക്കറ്റ് ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഊത്, അത്തർ, പെർഫ്യൂംസ്, പിന്നെ ഇതുപോലുള്ള കരകൗശല വസ്തുക്കൾ, പിന്നെ എല്ലാവിധ ഫുഡ് ഐറ്റംസും. ഇതൊക്കെ കണ്ടോ? ഈ കളറിലുള്ള കോണൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതൊക്കെ ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തവരാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാ കടകളുടെ മുമ്പിലും ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് ടേസ്റ്റ് നോക്കാം. ചെടികൾ, ചായപ്പൊടി, കാപ്പിപ്പൊടി, ഇങ്ങൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ വരാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. ഈ മാർക്കറ്റിൻ്റെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് അരയന്നത്തിൻ്റെ മുട്ടയാണ്. 500 ഫിൽസാണ് ഇതിന് ഒരു പീസിന് വില വരുന്നത്. ഞാനും ഒരെണ്ണം എടുത്തിട്ടു. ഞാൻ ഇതുവരെ അരയന്നത്തിൻ്റെ മുട്ട കഴിച്ചിട്ടില്ല. കഴിക്കാത്ത സാധനങ്ങൾ നമ്മൾ എപ്പോഴായാലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. പിന്നെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി ഒരുപാട് സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഒറിജിനൽ തേനാണെന്ന് പറയാൻ വേണ്ടിയിട്ടേ തേനീച്ചേനെ തന്നെ കുപ്പിയിലിട്ട് കൊണ്ടുവന്നു. എല്ലാ സാധനങ്ങളും ബഹ്റിൻ മെയ്ഡാണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എവിടെയായാലും നമുക്കൊന്ന് പോസ് ചെയ്ത് നോക്കണമല്ലേ. പിന്നെ ഈ മത്തനെ കണ്ടോ, പല വിധത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കണം എന്നുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ വെജിറ്റബിൾസും കരകൗശല വസ്തുക്കളുമാണ്. അപ്പോൾ ബഹ്റിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒന്ന് അടുത്തറിയണം എന്നുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ നിന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്തു.